ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ട് മനസ്സിലാക്കിയല്ലോ. രഹസ്യമായി ജീവിക്കാൻ താല്പര്യമില്ല, വിവാഹമോചന വാർത്തയ്ക്ക് പിന്നാലെ ഞെട്ടിച്ച് ക്രിസ് വേണുഗോപാൽ. ഈ ക്രിസ് വേണുഗോപാലും അതുപോലെ തന്നെ ദിവ്യ ശ്രീധറും, നിങ്ങൾക്കറിയാം, കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറയാം. കല്യാണം ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. ഇപ്പൊ സെക്കൻഡ് ആയാലും തേർഡ് ആയാലും ഫോർത്ത് മാരേജ് ആയാലും ശരി. എന്നാൽ ഇവർ കല്യാണം കഴിച്ച അന്ന് മുതൽ ഇന്ന് വരെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. നടനും മോട്ടിവേഷൻ സ്പീക്കറും അതുപോലെ തന്നെ അഡ്വക്കേറ്റുമാണ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ. അതേപോലെ തന്നെ മറ്റൊരു മേഖലയിലെ നടിയും നർത്തകിയും ഒക്കെയാണ് ദിവ്യ ശ്രീധറും. ഇവരായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് വിവാഹിതരായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം. ദിവ്യയുടെ 2 മക്കളും വിവാഹത്തിന് സാക്ഷിയുമായിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹത്തിന് ശേഷം ഇരുവർക്കും കടുത്ത സൈബർ ആക്രമണം തന്നെയാണ് നേരിടേണ്ടി വന്നത്. അതിന്റെ പിന്നാലെ നിരവധി വ്യാജ വാർത്തകളും. എന്നാൽ അവയെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് തന്നെ അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് ഇപ്പോൾ ദിവ്യയും ക്രിസും പറയുന്നത്. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ വിഷു വലിയ ആഘോഷമാക്കാനാണ് ഇരുവരുടെയും തീരുമാനം. ഇതിനോടനുബന്ധിച്ച് ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ദിവ്യ ശ്രീധരനും അതുപോലെ ക്രിസ് വേണുഗോപാലും. ഞങ്ങൾ 2 കഷ്ടപ്പെട്ടാണ് വിവാഹം നടത്തിയത്. കല്യാണം കഴിഞ്ഞ ഉടനെ ഡിവോഴ്സ് ആണെന്ന് എല്ലാവരും പറയാനും തുടങ്ങി. ഞങ്ങളെ ചേർന്ന് കാണുമ്പോൾ പലർക്കും വിഷമമായിരുന്നു. അത് ഓൾറെഡി ശരിയാണ് കേട്ടോ. ഇവരുടെ വിവാഹം കഴിഞ്ഞ ആ ഒരു ടൈം മുതൽ ക്രിസ് വേണുഗോപാലും അതുപോലെ ദിവ്യ ശ്രീധരന്റെ ഫസ്റ്റ് അവരുടെ അപ്പിയറൻസ് വെച്ച് തന്നെയായിരുന്നു സൈബർ അറ്റാക്ക് ഇവർ നേരിടുന്നത്. കാരണം പ്രത്യേകിച്ച് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു ഈ ഒരു വിവാഹം നടന്ന സമയത്ത്. ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നമുക്കറിയാം, മൂർത്തി സാർ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ അപ്പൂപ്പൻ വേഷങ്ങളിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ സാധാരണ മലയാളികൾ ആ ഒരു വേഷത്തിലല്ലേ കാണത്തുള്ളൂ. അപ്പം കിളവനായ ഒരാൾ ചെറുപ്പക്കാരെ വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ നിറയെ പ്രചരിച്ചത്. കാരണം ഈ വിവാഹത്തെക്കാൾ ഏറ്റവും കൂടുതൽ കാരണം ഈ ഒരു വിവാഹം കൊണ്ട് ഇവര് ഏറ്റവും കൂടുതൽ ഫേമസ് ആയി എന്ന് വേണം പറയാൻ. അതുവരെ ദിവ്യ ശ്രീധരനെ ആർക്കും അറിയില്ലായിരുന്നു. എന്തായാലും ഈ ഒരു വിവാഹത്തോട് തന്നെ ഇവർ വലിയ രീതിയിൽ ഫെയിം ആവുകയും ചെയ്തു. വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പമൊക്കെ മാറി ആളുകൾക്ക് പുതിയ ചില രീതികളോടാണ് താല്പര്യം. ഞങ്ങൾക്ക് രഹസ്യമല്ലാതെ 4 ആളുടെ മുന്നിൽ വെച്ച് കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഗുരുവായൂർ വെച്ച് വീട്ടുകാരുടെയും മക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വെച്ച് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അത് ശരിയാണ്. എന്തിനാ നമ്മളിപ്പോൾ ഒളിച്ച് കല്യാണം കഴിക്കുന്നത്? 4 ആള് അറിയെ ഒരു പെണ്ണിനെ കൈപിടിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് തന്നെയാണ് നല്ലത്, അല്ലെ? ദിവ്യയുടെ 2 മക്കളെയും സ്വീകരിച്ചുകൊണ്ടാണ് ക്രിസ് വേണുഗോപാൽ ആ ഒരു നടിയെ സ്വീകരിച്ചത്, തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്. അതിലെ ഒരു കുറ്റബോധവും ഞങ്ങൾക്കില്ല. 2 ദിവസം മുൻപ് വരെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും അവിടെന്നും ഇവിടെന്നും കട്ട് ചെയ്ത് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ പിരിഞ്ഞെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തു. ഞങ്ങളിപ്പോ പല്ല് തേച്ചോ കുളിച്ചോ എന്നൊക്കെ അറിയണമെങ്കിൽ യൂട്യൂബിൽ ഒന്ന് നോക്കിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ശരിയാണ് കേട്ടോ. ഇവരുടെ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു വാർത്ത, എന്തെങ്കിലും തരത്തിലുള്ള ഗോസിപ്പ് ഉണ്ടായിരിക്കും. ക്രിസ് വേണുഗോപാലോ അല്ലെങ്കിൽ ദിവ്യ ശ്രീധരൻ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ തന്നെയായിരിക്കും പുറത്തു വരുന്നത്. ഇത് സമൂഹം ഏറ്റെടുക്കുകയാണെന്ന് ചോദിച്ചാലല്ല. എവിടെയായാലും സന്തോഷമായിരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പോലും ഇതുവരെ ഇട്ടിട്ടില്ല. അത് ഓക്കെയാണ്. അവരുടെ ചാനലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അത്രയ്ക്ക് വലിയ രീതിയിൽ അവർ ഫെയിം ആകാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇവരെ ഫെയിം ആക്കിയത് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. പിന്നെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് 1 രൂപ പോലും ആരോടും വാങ്ങാറില്ല. അത് അറിയില്ല കേട്ടോ. അവര് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക, സാധാരണ ഇന്റർവ്യൂവിൽ വരുന്ന ആളുകൾ ഇന്റർവ്യൂ നടത്തുന്നെങ്കിൽ ക്യാഷ് വാങ്ങാറുണ്ട്. ഇവർ പറയുന്നത് ഇവരൊരു രൂപ പോലും വാങ്ങാറില്ല എന്നുള്ളത്. പിന്നെ അതിന്റെ ഒരു ആവശ്യം ഇദ്ദേഹത്തിന്, പിന്നെ അത്രയ്ക്കും ക്യാഷ് മേടിച്ച് ഒരു ഇന്റർവ്യൂ നടത്തണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യം ഇദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അല്ലെ? സാമ്പത്തികപരമായിട്ട് നോക്കുവാണെങ്കിൽ അദ്ദേഹം വളരെ സമ്പന്നൻ തന്നെയാണ്. അപ്പം ഒരു ക്യാഷ് മേടിച്ച് ഇന്റർവ്യൂ നടത്തേണ്ട ഒരു ആവശ്യമൊന്നും എന്തായാലും ഈ ഒരു കുടുംബത്തിനില്ല. ഞങ്ങളെപ്പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. അവർക്കൊരു ആശ്രയമാവാനും ഞങ്ങളുടെ അഭിമുഖങ്ങൾ അവരെ പോലെയുള്ളവർക്ക് പ്രചോദനമാവട്ടെ എന്നേ കരുതുന്നുള്ളൂ. വലിയ എവറസ്റ്റ് കീഴടക്കിയൊന്നും ഞാൻ പറയുന്നില്ല. പകരം കുഞ്ഞുമോളെ ഞാൻ മനസ്സിലാക്കി. കുഞ്ഞുമോൾ എന്ന് പറയുന്ന ദിവ്യ ശ്രീധരനെയാണ് വിളിക്കുന്നത്. അവളെ സ്നേഹിച്ചു. നേരെ തിരിച്ച് എന്നെ അവളും സ്നേഹിക്കുന്നുണ്ട്. അത് വീട്ടിൽ അറിയിച്ചിട്ട് കല്യാണവും കഴിച്ചു. അതിന് പ്രായം ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രായം തെളിയിക്കാൻ ആധാർ കാർഡ് വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രായം ഒരു പ്രശ്നമല്ല. ഇവിടെ ഏജ്ഡ് ആയിട്ടുള്ളവരെ കല്യാണം എത്രയോ പേര് കഴിക്കുന്നുണ്ട്. പ്രായം ഇതിനൊക്കെ ഒരു ബാധകമാണെന്ന് ചോദിച്ചാൽ ഇല്ല. പരസ്പരം മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു മനപ്പൊരുത്തം എന്ന് പറയുന്നത്, അല്ലേ? അവരുടെ മക്കളെ സ്വന്തം മക്കളായിട്ട് തന്നെയാണ് ഇവിടെ ക്രിസ് വേണുഗോപാൽ കരുതുന്നത്.
എനിക്ക് 60 90 വയസ്സുണ്ട് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ആളുകളെ നമുക്ക് ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ക്രിസ് വേണുഗോപാൽ ചെയ്യുന്ന ആ ഒരു മൂർത്തി സാർ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, പിന്നെ നീണ്ട താടിയൊക്കെ കാണുമ്പോൾ തന്നെ ശരിക്കും പ്രായമുള്ള ഒരാളായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 50 60 എന്ന് പറയുന്നതിൽ അതിൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. എനിക്ക് 49 വയസ്സായി. അത് പറയുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് കേട്ടോ. 49 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാലാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പ്രായത്തിൽ ഒറ്റപ്പെടാൻ താല്പര്യമില്ല, വീട്ടിലേക്ക് വരാൻ ഒരു കാരണം വേണം, അതാണ് ഭാര്യ ദിവ്യ എന്നും ക്രിസ് കൂട്ടിച്ചേർത്തു. പത്തരമാറ്റ് സീരിയലിൽ അഭിനയിക്കുന്നതിനിടെയാണ് ദിവ്യയും ക്രിസും പരസ്പരം പരിചയത്തിലാകുന്നത് തന്നെ. ഇരുവരും നേരത്തെ വിവാഹിതനായവരാണ്. അതായത് ആ ഒരു ബന്ധം വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു രണ്ടുപേരും. അതിനുശേഷം വീട്ടുകാരോടും മക്കളോടും ഒക്കെ ഈ ഒരു വിവാഹ കാര്യത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ എല്ലാവരും താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് ഗുരുവായൂരിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടത്തിയത്. പക്ഷേ ഇതിന്റെ പേരിൽ ഈ താരങ്ങൾക്ക് വ്യാപകമായിട്ടുള്ള സൈബർ ബുള്ളിയിങ് തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. നമുക്കറിയാം, ഓൾറെഡി ഇവരുടെ ഈ ഒരു സൈബർ അറ്റാക്ക് നേരിടുന്ന തന്നെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവരുടെ പ്രായവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ഉണ്ടായിരുന്നത്. ഓൾറെഡി ക്രിസ് വേണുഗോപാലിന്റെ ആ ഒരു വെള്ള നിറത്തിലുള്ള താടി കണ്ടാൽ തന്നെ അദ്ദേഹത്തിന് 60 വയസ്സ് പ്രായമുണ്ടെന്ന് വരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരും. അതിനെ നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. ക്രിസ് വേണുഗോപാലിന്റെ ആദ്യ ഭാര്യ ഇപ്പോഴും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ തന്റെ പേരിൽ നിന്ന് ക്രിസിന്റെ പേര് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. എന്നാൽ ഈ ഒരു വിവാഹം നടന്ന സമയത്ത് ക്രിസ് അവരെ വഞ്ചിച്ചു എന്ന് വരെയുള്ള ഒരു പ്രചരണം വരെ ഉണ്ടായി. എന്നാൽ ഇതിനെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ഇരുവരെ പിന്നീട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ക്രിസ് വേണുഗോപാൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യമില്ലാതെ ആ ഒരു വിവാഹ ബന്ധത്തിൽ നിന്നും വളരെ ബുദ്ധിമുട്ടിയാണ് പുറത്തു വന്നതെന്നും വിവാഹമോചനം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് ദിവ്യ വിവാഹം ചെയ്തതെന്നാണ് ക്രിസ് ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമാക്കി പറഞ്ഞത്. എന്റെ കുടുംബത്തോടൊപ്പം ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിവാഹ ബന്ധമായിരുന്നു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് അംഗീകരിക്കാനൊന്നും കാരണം അദ്ദേഹത്തിന് മാതാപിതാക്കളെയും നോക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിലേഷൻ വേണ്ട എന്ന് ക്രിസ് വേണുഗോപാൽ തീരുമാനിച്ചത്. അതുമാത്രമല്ല, പല പല നിബന്ധനകളാണ് അന്ന് ആദ്യ ഭാര്യ ഉന്നയിച്ചത്. വീട്ടിൽ ആരും വരാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല, ഇതൊക്കെയായിരുന്നു നിബന്ധനകൾ. ഇതോടെയാണ് ക്രിസ് വേണുഗോപാൽ അവിടെ കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു വളർത്തു മൃഗത്തെ പോലെയാണ് എന്നാണ് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നത്. അദ്ദേഹം പൊട്ടിത്തെറിച്ചാണ് അന്ന് രംഗത്ത്, അതായത് ഗ്ലാസിനകത്തിട്ട് അടച്ചിട്ട് വളർത്തുന്ന ഒരു ചിലന്തിയല്ല ഞാനെന്നും ഒരു മനുഷ്യനാണ്, ഒരുപാട് സങ്കടത്തോടെയാണ് ആ ഒരു 6 വർഷം മുൻപ് അവിടെ നിന്ന് തിരിച്ചു വരുന്നതെന്ന് മുൻപ് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2019 വിവാഹമോചനത്തിന് കേസും കൊടുത്തു. 2022 വിധിയായതും. അത് കഴിഞ്ഞ് 9 മാസങ്ങൾക്ക് ശേഷമാണ് ജീവിതം പങ്കിടാൻ ഒരാൾ വേണമെന്ന് തോന്നിയതും. അത് അങ്ങനെയാണ് മറ്റൊരാളെ കണ്ടെത്തിയത്. അതായത് ദിവ്യ ശ്രീധറിന് മുന്നേ വേറൊരു പ്രണയിനി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവർ മരിച്ചുപോയി. അതിനുശേഷമാണ് ഈ ഒരു ക്രിസ് വേണുഗോപാൽ ദിവ്യ വിവാഹം ചെയ്തത്. ഇതാണ് ക്രിസിന്റെ ഭാര്യ എന്നെല്ലാം പറഞ്ഞ് ചിലർ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ എല്ലാം കിട്ടും. ഞാൻ വിവാഹമോചിതനാണെന്ന് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ വീഡിയോ ഇടുന്ന ആളുകൾക്ക് എന്നോട് ചോദിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇടാമായിരുന്നല്ലോ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരാളുടെ ജീവിതം കരിവാരി തേക്കണോ എന്നാണ് ക്രിസ് വേണുഗോപാൽ അന്ന് ഇന്റർവ്യൂവിൽ ചോദിച്ച കാര്യങ്ങൾ. ഈ ഒരു സീരിയൽ മേഖലയിൽ വരുന്നതിന് മുൻപ് ഈ ഒരു ക്രിസ് വേണുഗോപാൽ ഒരു റേഡിയോ ജോക്കിയായിരുന്നു. നിരവധി പരസ്യ ചിത്രങ്ങളിൽ ശബ്ദവും നൽകിയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. അത് മാത്രമല്ല, മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനും വോയിസ് കോച്ചും ഹിപ്നോ തെറാപ്പിസ്റ്റും ഒക്കെയായി ക്രിസ് വേണുഗോപാൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ആളൊരു കില്ലാടി തന്നെയാണല്ലേ. അപ്പൊ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരൻ കൊടുക്കുന്ന മറുപടിയല്ലേ ഇതൊക്കെ. കാരണം ഇത്തരത്തിൽ അവര് സന്തോഷത്തോടെ കഴിയുന്ന ഈ വേളയിൽ അവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളോ, എന്തായാലും നിലവിൽ ഇതുവരെയും അവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് നയിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.